श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरून् श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगद्दिताय कृष्णाय गोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरे कृष्णा दंडवत प्रणाम। जय राधा माताजी माधव संजय बोस। राधा माधव गुण पावडाव। ओके। जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधव जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम राम हरे हरे। जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ बलदेवा जय सुभद्रामयी जय गौरानिताय गौरानिताय जय गौरानिताय जय नरसिंहदेव नरसिंहदेव जय भक्त प्रहलाद जय पंचतत्वा जय पंचतत्वा नित्य गौर हरि बोल नित्य गौर हरि बोल नित्य गौर प्रेमानंदे हरि हरि बोल। हरे कृष्णा എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 3-ാം അധ്യായം കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്. അതില് 16-ാം ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്.
ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭൗതികതയെ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ പരമദിവ്യത്വം പുരുഷനായ നാരായണനെയും നരനന്ദനായ നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ശ്രീമദ് ഭാഗവത രചയിതാവായ ശ്രീല വ്യാസദേവനെയും സാദരം പ്രണമിക്കണം. അതുപോലെ തന്നെ അടുത്ത ശ്ലോകം നഷ്ടപ്രായേഷു അപത്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികി. നിത്യേനയുള്ള ഭാഗവത ശ്രവണത്തിലൂടെയും ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയും ഹൃദയത്തെ പ്രക്ഷുബ്ധമാക്കുന്നതൊക്കെയും പരിപൂർണമായി നശിപ്പിക്കപ്പെടുന്നു. മാത്രവുമല്ല അതിന്ദ്രിയ പ്രാർത്ഥനാ ഗീതങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ പ്രേമയുക്ത സേവനം പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത കർമ്മമായി സ്ഥിരീകരിക്കുന്നു. ഓം നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ശ്ലോകം വായിക്കാം. ശ്ലോകം 16. സുരാസുരാണാം ഉദതീം അജ്ഞതാം മന്ദരാജലം യത്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. സുരാസുരാണാം ഉദതീം മന്ദതാം മന്ദരാജലം യത്രേ കമഠരൂപേണ പൃഷ്ടേ ഏകാദശേ വിഭു. സുരാസുരാണാമുദതീം മന്ദനതാം മന്ദരാചലം ജത്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഇതിന്റെ വാക്കുകൾ നോക്കാം നമുക്ക്. അർത്ഥം: സുര ആസ്തികൾ, ഈശ്വര വിശ്വാസികൾ. ആസ്തികൾ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസികൾ. അസുരാണാം നാസ്തികർ, നിരീശ്വരവാദികൾ. ഉദതീം സാഗരത്തിൽ, മഥനതാം മന്ഥനം, മഥനം തടയുക. മന്ദരാജലം മന്ദരപർവ്വതം, ദത്രേ താങ്ങി നിർത്തുക, വഹിക്കുക. കമഠ കൂർമ്മം, രൂപേണ രൂപത്തിൽ, പൃഷ്ഠേ പൃഷ്ഠത്തോടെ, അതായത് ആ വൽക്ക ആമയുടെ പുറന്തോട്. ഏകാദശി ശ്രേണിയിലെ 11ാമത്. വിഭു ശ്രേഷ്ഠ. ശ്രീല പ്രഭുദർജിക്ക് ജയ്. വിവർത്തനത്തിനും ഭവാർത്ഥനത്തിനും. 11ാം അവതാരത്തിൽ ഭഗവാൻ കൂർമ്മ രൂപമെടുക്കുകയും സുരാസുരന്മാർ കടക്കോലായി ഉപയോഗിച്ച മന്ദരപർവ്വതത്തിന് ആധാരകീലയായി തന്റെ വൽക്കം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഭാവാർത്ഥം: അമൃതപാനം ചെയ്ത് അമൃതരാകുവാനായി ഒരിക്കൽ ആസ്തികരും നാസ്തികരും ചേർന്ന് അമൃതവൃത്തിക്കായി സാഗരം കടയുന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടു. അതിനായി ഭഗവത് അവതാരമായ കൂർമ്മത്തിന്റെ വൽക്കത്തെ സാഗരത്തിൽ മന്ദരപർവ്വതത്തെ വഹിക്കുന്ന ആധാരകീലമായും പർവ്വതത്തെ കടക്കോലായും ഉപയോഗിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരം പ്രഭുപാദർജിയിൽ കൊടുത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് സുരന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രത്തിൽ മഥനം നടത്തുന്ന എന്ന് തീരുമാനിച്ചു. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അമൃതന് വേണ്ടിയാണ്. അമൃത് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഒരിക്കലും അവർക്ക് മരണം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചെറുപ്പമായിട്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതിനാണ് അമൃത എടുക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരും ദേവന്മാരും കൂടെ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അത് എല്ലാ ജീവികൾക്കും ഉള്ള ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ മരിക്കാൻ മനസ്സില്ല.
അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദേവന്മാരും അവരെ ഇങ്ങനെ ഒരു സംഗതി, അതായത് സമുദ്രം കടഞ്ഞിട്ട് അതിൽ നിന്നും അമൃതെടുത്തിട്ട് അവർക്ക് ജീവിതം കൂടുതൽ കാലം ആസ്വദിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ അമൃത് കടയാൻ അവര് സമുദ്രം കടയാൻ തീരുമാനിക്കുന്നത്. സുരന്മാർ എന്ന് പറയുന്ന ദേവന്മാരാണ്, അസുരന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് വിപരീതമായിട്ടുള്ളത്. അതായത് ഒന്ന് ഈശ്വരപക്ഷക്കാരും മറ്റത് ഈശ്വരനെ അംഗീകരിക്കാത്തവരും. അപ്പൊ അവർ രണ്ടും കൂടെ ചേർന്നാണ് ഈ ഒരു ഉദ്യമത്തിന് തുടങ്ങുന്നത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിനെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കൂടുതൽ വിവരണം നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഈ ഒരു ശ്ലോകത്തെ പറ്റി മാത്രം ഇന്നിവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഒന്നും ചെയ്തില്ല. വിളക്ക് കത്തിച്ച് ഞാൻ നിവേദിച്ചിട്ട് അവിടെ ഇരുന്ന് ജപിച്ചു. അത്ര. ഈ കടയുന്നതിനെ പറ്റി നമുക്കെല്ലാം അറിയാം. നമ്മൾക്ക് ഈ കട എങ്ങനെയാണ് കടയുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ ഓരോ സാധനങ്ങളും ഓരോ വസ്തുവും കടഞ്ഞെടുക്കുന്നുണ്ട്. അഗ്നി കടഞ്ഞെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല പല വസ്തുക്കൾ കടഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ വീട്ടുകൾക്ക് തന്നെ തൈര് കടഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള കടകൾ നടത്താറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവരും സമുദ്രം കടഞ്ഞിട്ട് അതിന് അമൃതെടുക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് നമ്മുടെ കടയിൽ നിന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കടക്കോൽ വേണം. ആ കടക്കോല് താഴാതിരിക്കാൻ അല്ലെങ്കിൽ അതിന് താങ്ങുന്നൊരു ആധാര കീല വേണം. അതുപോലെ തന്നെ കടയിനുള്ള വസ്തു വേണം. എന്താ കടയെന്ന് വെച്ചാൽ അത്. അപ്പൊ ഇവിടെ വെറുതെ എടുത്തിരിക്കുന്നത് കടക്കോലായിട്ട് മന്ദരപർവ്വതത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ സമുദ്രമാണ് അതിൻ്റെ കടയേണ്ട വസ്തു, ജലം. അപ്പൊ അവിടെ അതിന് തക്ക സാധനങ്ങൾ വേണം കടയുന്നതിന്. കടക്കോൽ എത്ര വിശാലമായ ഒരു സമുദ്രം കടഞ്ഞെടുക്കണമെങ്കിൽ അതിന് വിശാലമായ അതിന് ചേരുന്നതായ കടക്കോൽ ഉണ്ടാകണം. അപ്പൊ അതിൽ ദേവന്മാർ അങ്ങനെ ചിന്തിച്ചിട്ട് കടക്കോലായിട്ട് മന്ദരപർവ്വതത്തിനെ തിരഞ്ഞെടുക്കുന്നു. അതിനെ കറക്കാനുള്ള വള്ളിയായിട്ട് കയറായിട്ട് വാസുകിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ഏറ്റവും നീളം കൂടിയ വാസുകി സർപ്പത്തിന്റെ അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ മന്ദരപർവ്വതം താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും അവിടെ അവരെ സഹായിക്കാൻ എത്തുന്നു. ഏത് പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പ്രവർത്തിക്കും ഭഗവാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്, ദേവന്മാരുടെ അസുരന്മാരുടെയും കൂടെ ഉണ്ട്. പക്ഷെ അത് ഈ ഒരു അവസരം ഭഗവാന്റെ ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ലീല നടത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഭഗവാൻ ആ അവസരത്തില് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ അങ്ങനെ ഏതൊരു പ്രവൃത്തിയും നമ്മൾ കംപ്ലീറ്റ് അത് ചെയ്യണമെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ. അപ്പൊ അങ്ങനെ ഭഗവാനും വിചാരിച്ചു, ശരി നമുക്കിത് ചെയ്യണം, അതിനവരെ അവരുടെ കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മാറിയൊന്നുമില്ല. ഭഗവാൻ അതിന് വേണ്ടുന്ന സകല വ്യത്യാസങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഈ സുരന്മാർ എന്ന് പറയുന്ന ദേവന്മാരാണ്. ഭഗവാനെ അനുസരിക്കുന്നവരും ആണ്. അവരുടെ എതിരാളികളാണ് അസുരന്മാർ. അവർ ദിവ്യാത്മ പുരുഷനെ ആശ്രയിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. ഭഗവാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ല. അവർ ജന്മം മുതൽ ഈ ആസുരന്മാർ ശത്രുക്കളാണ് ഭഗവാന്റെ, അതുപോലെ തന്നെ ജനങ്ങളുടെയും അതുപോലെ ദേവന്മാരുടെയും ശത്രുക്കളാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഏതെല്ലാം അവസരങ്ങളിൽ ദേവന്മാരും അസുരന്മാരായിട്ട് എന്നും അത് രണ്ടും ആൾക്കാരുമായിട്ട് കണക്കാക്കുന്നില്ല. സ്വഭാവവും ദൈവിക സ്വഭാവവും അതുപോലെ തന്നെ ആസുരിക സ്വഭാവവും അത് രണ്ടും എന്നും ഉള്ളതാണ്, എന്നും നിലനിർന്നിട്ടുള്ളതാണ്, തമ്മിൽ ചേരാത്തതുമാണ്. അപ്പൊ ഇതിനകത്ത് ഈ നമ്മളുടെ ശ്ലോകത്തിൽ പറയുന്നത്
ഈശ്വരൻ അവർക്ക് സഹായിയായിരുന്നു. ഈ കടയൽ സംഭവം നടത്തുന്നതിന് ഭഗവാന്റെ സകലവിധത്തിലുള്ള സഹായവും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. ഭഗവാന് ഒരു വ്യത്യാസം ആരോടെ ഇല്ല. ശത്രുവായാലും ശരി, മിത്രമായാലും ശരി, ഭഗവാൻ ആരെയും പ്രത്യേകിച്ച് കാണുന്നില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭഗവാനെ ആശ്രയിക്കുകയോ ഭഗവാനെ ശരണം പ്രാപിക്കുകയോ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യുന്നവരോട് പ്രത്യേകത കരുണയുണ്ടാവും. ആ കരുണയുടെ കാരണത്താലാണ് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും ഈ കൂട്ടത്തിൽ ചേരുന്നത്. ഇതിനെ പറ്റി ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ആരോടും എനിക്ക് ഒരു പ്രത്യേക മാതമില്ല, പക്ഷെ എന്നെ ആര് പൂജിക്കുന്നു, ആരെന്നെ ആശ്രയിക്കുന്നു, അവരെ ഞാൻ സഹായിക്കും. അങ്ങനെയാണ് ഈ ദേവന്മാരുടെ കൂടെ ഭഗവാനും കൂടെ അതിനു വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്നതൊക്കെ. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആരെയൊക്കെ അതിൻ്റെ ഉപകരണങ്ങളായിട്ട് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിലെ കടക്കോല ഇന്നതാണെന്നും അത് അതിന് വേണ്ടുന്ന കയറാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ആദ്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് 6-ാം മന്വന്തരത്തിൽ വിഷ്ണു ഭഗവാൻ അജിതൻ എന്ന നാമത്തിൽ വൈരാജന്റെയും ദേവസംഭൂതിയുടെയും പുത്രനായി ജനിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ അവസരത്തിൽ അദ്ദേഹമായിരുന്നു ഇവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഭഗവാൻ തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന്റെ പേര് അജിതൻ എന്നായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ മന്ദരപർവ്വതം അവിടെ കൊണ്ടുവരുന്നതിനും അവിടുന്ന് ഇളക്കിയെടുക്കുന്നതിനും ഒക്കെ സഹായിച്ച അദ്ദേഹം തന്നെയാണ്. ഭഗവാൻ വിഷ്ണു തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ ഭഗവാൻ ആണ് ഭയങ്കര അതായത് 800 ചതുരശ്ര മൈലോളം വിസ്തൃതിയുള്ള ഒരു ആമയായിട്ട് ആ കൂട്ടത്തിൽ കൂടുന്നതും ഈ മന്ദരപർവ്വതം സമുദ്രത്തിൽ താഴാതിരിക്കാൻ വേണ്ടി അതിന്റെ താഴെ കൂടെ ചെന്നിട്ട് അത് പൊക്കി നിർത്തുന്നതൊക്കെ അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇനിയും നമുക്ക് നോക്കാം ഈ സംഭവം നടക്കുന്നത് അന്നത്തെ സാഹചര്യം എന്തായിരുന്നത്. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്നും ഭയങ്കരമായിട്ട് യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത്. അപ്പൊ ഭഗവാൻ ചെന്നിട്ട് ഇവരെ പറയുന്നുണ്ട്, ദേവന്മാരോട് പറയുന്നുണ്ട്, ഈ അവസരത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്താൽ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ സഹായിക്കാൻ തന്നെ വരുന്നത്. അപ്പൊ ഈ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ദേവന്മാർക്ക് ഭയങ്കരമായിട്ട് തോൽവി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഭഗവാൻ പറയുന്ന ഈ കാലത്തിന്റെ ഇതാണ്. നമുക്ക് ആ സമയത്ത് ഈ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാലത്തും ജയിക്കാൻ പറ്റില്ല. അതിന്റെ കാലങ്ങൾ മാറ്റിക്കഴിഞ്ഞെങ്കിൽ ആ കാലാവസ്ഥ അത് ആ ഒരു പീരീഡ് മാറിക്കഴിഞ്ഞ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കെല്ലാം ഗൃഹപ്പഴകളുള്ള സമയമുണ്ട്, സുഖസൗകര്യങ്ങൾ വരുന്ന സമയമുണ്ട്. അപ്പൊ ഇതുപോലെ ദേവന്മാർക്കും ആ സമയം ശരിയല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ മരിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ, അവരുടെ ദേവന്മാരുടെ. പക്ഷെ അവരുടെ അടുത്ത് അവരെ ജീവിപ്പിക്കുന്നതിന് ഉപകാരപ്രദമായ വസ്തുക്കളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അവരതിനെപ്പറ്റി ചിന്തിച്ചു. അതായത് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ മറ്റുള്ള ദേവന്മാരൊക്കെ തന്നെ നമ്മുടെ എല്ലാവരും കൂടി അവരെ കൂടി ചേർന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തു. ആ യുദ്ധത്തിന്റെ കാലത്ത് നമുക്കറിയാവുന്ന യുദ്ധങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് നിന്ന് എല്ലാവരും കൂടെ കൂടിയാലോചന നടത്തിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു കാര്യങ്ങളും അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല.
അതിനെന്താന്ന് വെച്ചാൽ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് മഹാദേവനെയൊക്കെ കൂട്ടി ബ്രഹ്മാവിന്റെ അടുത്ത് പോകുന്നു. ബ്രഹ്മാദേവന്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ യുദ്ധം നടക്കുന്നു, നമുക്ക് യാതൊരു പ്രശ്നവും യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ വേണ്ടി ബ്രഹ്മാവിന്റെ അടുത്ത് ആ സമയത്ത് തന്നെ ഇവർക്ക് വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ മഹർഷി ഉണ്ടല്ലോ, നമ്മുടെ ശിവഭഗവാന്റെ സന്താനമായിട്ടുണ്ടായ ഒരു ദുർവാസ മഹർഷി. അദ്ദേഹം വളരെ പ്രസിദ്ധനായ മഹർഷിയാണ്. ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അതിലെ നടന്നു പോകുന്ന സമയത്ത് ദേവേന്ദ്രൻ അവിടെ വഴിക്ക് വെച്ച് കാണുന്നു. ഒരു ആനപ്പുറത്ത് കയറി ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്വന്തം ആനയുണ്ടല്ലോ, അതിന് ഐരാവതം എന്നൊക്കെ പറയും. ആ ആനപ്പുറത്ത് കയറി സുഖമായിട്ട് ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസാമുനി അതിലൂടെ വരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഈ ദേവേന്ദ്രനെ കാണുന്നു. ദേവേന്ദ്രനെ കാണുമ്പോൾ ഉണ്ടായ പ്രശ്നം, ദേവേന്ദ്രന് ആ സമയത്ത് ദുർവാസാവിന് ഒരു സന്തോഷം, അതിന് നമ്മുടെ ദേവേന്ദ്രനോടൊരു സ്നേഹം കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിലൊരു അഭിമാനമോ അദ്ദേഹത്തിലൊരു സ്നേഹം ഉണ്ടായ കാരണത്താൽ, അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം ഉണ്ടായ കാരണത്താൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന, അതായത് ദുർവാസാമുനിയുടെ കഴുത്തിൽ കിടന്ന ഒരു മാല വാങ്ങിച്ച് എടുത്ത് അദ്ദേഹം ദേവേന്ദ്രന് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിനോട് ആ സമയത്ത് ഉണ്ടായ സ്നേഹം കൊണ്ട്. പക്ഷെ ഈ ദേവേന്ദ്രൻ വലിയ അഹംഭാവിയും കുറെ മറ്റുള്ളവരെ അനുസരിക്കാത്ത രീതിയിൽ, കാരണം ദേവലോകത്തിന്റെ രാജാവല്ലേ, അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അഹംഭാവം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ മാല അത്ര കുസുഖമല്ലെന്ന്, അല്ലെങ്കിൽ ആ ഒരു ആനയുടെ തുമ്പിക്കൈയിലോട്ട് കൊടുത്തു, ഇത് പിടിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്ത് ചെയ്യും, മൃഗമല്ലേ, മൃഗത്തിന് ആ മാലയെ പറ്റി എന്തറിയാം. അത് ഇങ്ങനെ 2-3 പ്രാവശ്യം അതിന്റെ അവിടെ ഹരേ കൃഷ്ണ. അതേ സമയത്ത് ആ മാല ആന എടുത്തിട്ട് താഴെയിട്ട് ചവിട്ടുന്നു. കാര്യം ഈ ആനയുടെ മണം സ്മെല്ല് എവിടെ കൂടുന്നു, അവിടെ ഈ തേനീച്ചയും മറ്റും വരുമല്ലോ. അപ്പൊ ആനയ്ക്കത് കുഴപ്പമായി തോന്നി. അപ്പൊ ആന എടുത്ത് താഴെയിട്ട് ചവിട്ടുന്ന സമയത്ത് ദുർവാസാവ് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ നല്ല ഒരു സന്തോഷം, അതായത് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന് വളരെ ഒരു ദേഷ്യം ഉണ്ടാകുകയും, അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ദേവേന്ദ്രനെ ശപിക്കുന്നു. ഇങ്ങനെ നീ ഇത്ര അഹങ്കരിക്കുന്നത് കൊണ്ട് നിന്റെ 3 ലോകങ്ങളിലും പട്ടിണിയും പ്രയാസം ഉണ്ടാകട്ടെ, നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചു പോകട്ടെ, അതുപോലെ തന്നെ നിനക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ശരീര സൗന്ദര്യങ്ങളൊക്കെ നശിച്ചു പോകട്ടെ എന്നുള്ള ഒരു ശാപം ഉടനെ തന്നെ കൊടുക്കുന്നു. ഇപ്പൊ ഇങ്ങനെ അസുരന്മാരുടെ യുദ്ധവും അസുരന്മാർ ഉപയോഗിക്കുന്ന അസ്ത്രങ്ങൾ, അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ, മനുഷ്യന് മരിക്കുന്നു, അവരുടെ സഹപാഠികളെല്ലാം മരിക്കുന്നു. അതുപോലെ തന്നെ ദേവന്മാരുണ്ടായ ഈ ശാപം, ഇതൊക്കെ കൊണ്ട് ദേവന്മാർക്ക് വളരെ പ്രയാസമായി. ഒരു വിധത്തിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ലാതായ കാരണത്താൽ അവരെ ദേവന്മാർ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ ബ്രഹ്മാവിന്റെ അടുത്ത് പോകുന്നു. ബ്രഹ്മാവ് വസിക്കുന്ന സ്ഥലം അറിയാമല്ലോ, ബ്രഹ്മാവ് എവിടെ ആയിരിക്കും എന്നുള്ളത്. മേരുപർവ്വത ശൃംഗത്തിലാണ് ഈ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞത് ആരും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. ബ്രഹ്മാവിന്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മേരുപർവ്വതത്തിന്റെ ശൃംഗത്തിലാണ് നമ്മുടെ ബ്രഹ്മാജി ഇരിക്കുന്നത്. അപ്പൊ എല്ലാം കൂടി ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നു. ബ്രഹ്മാവിന്റെ ഇതുപോലെയാണല്ലോ ഈ ദേവന്മാരെയും അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ സന്തതികളെയൊക്കെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ശരി, മഹാദേവനെയും കൂടെ കൂട്ടി എല്ലാരും കൂടി ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് എത്തുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ബ്രഹ്മാവ് ഒരുപാട് സ്തുതികളൊക്കെ നമ്മുടെ ഭഗവാനെ, അതായത് ക്ഷീരോദകശായ വിഷ്ണുവിനെ സ്തുതിക്കുന്നുണ്ട്.
അപ്പൊ ആ സ്തുതികളൊക്കെ കേട്ട് എല്ലാവരും സ്തുതിക്കുന്നു. നമ്മുടെ ഈ ബ്രഹ്മാവും മഹാദേവനും ഒക്കെ കൂടെ സ്തുതിക്കുന്ന കഥ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മസ്തുതികളെ പറ്റി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം അവരുടെ സ്തുതി കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷനാകുന്നു. അഥവാ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ സ്തുതിക്കുന്നതിലും ഭഗവാന് ഉപകാരങ്ങൾ അർപ്പിക്കുന്നതിനും ഭഗവാനെ നേരിൽ കാണുന്ന ആവശ്യമില്ല. എങ്കിലും ഈ അവരുടെ സ്തുതി കാരണത്താൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെട്ടപ്പോ ഇവരോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പൊ ഈ സമയം നിങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നതിനുള്ള സമയമല്ല. നിങ്ങൾ എത്ര തന്നെ യുദ്ധം ചെയ്ത് പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പൊ ഈ കാലത്തിന്റെ ക്രമാഗതമായിട്ടുള്ള ആ പോക്കിന്റെ അനുസരിച്ച് അതിന് നടക്കേണ്ടതൊക്കെ ആ സമയത്തൊക്കെ നടന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സമാധാനമായിട്ട് കഴിയുന്നതായിരിക്കും നല്ലത്. ഞാനൊരു ഉപയോഗം പറയാം. അത് എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മൾ അവരോട്, അതായത് നിങ്ങൾ അവരോട്, അസുരന്മാരോട് ഒരു സന്ധി ഉണ്ടാക്കണം. നമുക്ക് സാധാരണ യുദ്ധത്തിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. എവിടെങ്കിലും പ്രശ്നങ്ങൾ ഹരേ കൃഷ്ണ, കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭുജി. പ്രഭു കേൾക്കാം. എന്തോ കേൾക്കുന്നുണ്ട് പ്രഭു. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നതും? അതെ പ്രഭു, ക്ലിയർ ആണ്. കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. ക്ഷീരോദകസായി വിഷ്ണു ആണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പാലാഴിയിൽ നമ്മളുള്ള ഏറ്റവും അടുത്തുള്ള ഭഗവാൻ അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇവരുടെ സ്ഥിതികളൊക്കെ കേട്ട് അദ്ദേഹം പ്രത്യക്ഷമാകുമ്പോൾ അപ്പം നമ്മുടെ ഈ കാലത്തെ ഘട്ടത്തിന്റെ പ്രശ്നം കൊണ്ട് ഭഗവാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇപ്പം യുദ്ധത്തിന് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്ക് അവരും നിങ്ങളുമായിട്ടൊരു സന്ധി സംഭാഷണം ഉണ്ടാക്കുക കുറച്ചു കാലത്തേക്ക്. ആ സന്ധി സംഭാഷണത്തിൽ നമുക്ക് അതിനുശേഷം യുദ്ധം തുടങ്ങാം, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് അതിന് നിവൃത്തി ഉണ്ടാകാം. ഇതിനെപ്പറ്റി നമ്മുടെ ഭാഗവതം 5-ാം സ്കന്ധത്തില് ഒരു കഥ പറയുന്നുണ്ട്. പാമ്പിന്റെയും മൂഷികന്റെയും കൂടെ ചേർന്നുള്ള ഒരു കഥ. ഒരു പാമ്പും ഒരു എലിയും കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് തന്നെ അകപ്പെട്ടു പോയി. രണ്ടും ശത്രുക്കളാണല്ലോ, ഒരുമിച്ചുള്ള ശത്രുക്കൾ. പാമ്പിനെ എലിയെ എവിടെ കണ്ടാലും പാമ്പ് പിടിച്ച് കഴിക്കും. അപ്പൊ അതേമാതിരി ശത്രുക്കളാണ് രണ്ടും. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത്. ശുകദേവ ഗോസ്വാമി പറഞ്ഞതാണ്. അതിപ്പം നമ്മുടെ നൈമിഷാരണ്യത്തിലെ കൂടിയിരിക്കുന്ന മഹർഷിമാരോടൊക്കെ സൂത മഹർഷി പറയുന്ന ആ കഥ. അപ്പൊ അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ നൈമിഷാരണ്യത്തിലാണുള്ളതെന്നും കൂടെ സപ്പോസ് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് സൂത ഗോസ്വാമിയാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്. അപ്പൊ അദ്ദേഹം ഈ സൂത ഗോസ്വാമി പറയുന്ന കഥയാണ്. അതുപോലെ ശുഖമഹർഷി പറഞ്ഞു കൊടുത്ത ഭഗവാൻ തന്നെ പറയുന്ന കഥയാണ്. ഇത് രണ്ടു കൂട്ടരും കൂടെ വിഷമഘട്ടത്തിൽ പെടുമ്പോൾ അതിലൊരു സന്ധി ഉണ്ടാകുന്നതാണ് നല്ലത്. അപ്പൊ അന്നേരം താൽക്കാലികമായിട്ട് ചിലപ്പം രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ പാമ്പും എലിയും കൂടെ ഒരു കൊട്ടക്കകത്ത് കൂടെ ഉണ്ടല്ലോ, പാമ്പിന്റെ കൂടമായ ഒരു കൂടക്കകത്ത് അകൽപ്പെട്ടു. ഇപ്പൊ രണ്ടും ബദ്ധശത്രുക്കളാണ്. പക്ഷെ രക്ഷപ്പെടാൻ പാമ്പ് പറയുന്ന ഒരു കാര്യം എലി വളരെ സൗഹൃദത്തിലായി രണ്ടുപേരും കൂടെ ഒരു സന്ധി സംഭാഷണത്തിന്റെ കാര്യം പറയുക. ഇതുമാതിരി വെടിനിർത്തൽ സംഗതി ഇങ്ങനെയാണ് നടത്തുന്നത്, തുടങ്ങുന്നത് ആദ്യം. ആ പാമ്പ് പറഞ്ഞു എലിയോട്, നീ ഒരു കാര്യം, നിനക്ക് ഇവിടെ ഒരു സുഷിരം ഉണ്ടാക്കി നിനക്കപ്പം നമുക്ക് രണ്ടുപേർക്കും അതിലൂടെ ഇറങ്ങിപ്പോകാവുന്നു. അപ്പം മിടുക്കനായ പാമ്പിന്റെ ഒരു ബുദ്ധിയാണ് അത്. പാമ്പ് പറഞ്ഞു ശരി, അത് നല്ലതല്ല. അപ്പൊ എലിയും കേട്ടുകൊണ്ടിരുന്നു. അതെന്താ ഉദ്ദേശം? ആ പാമ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എലി തുറക്കുന്ന ദ്വാരത്തിൽ കൂടെ പാമ്പിന് രക്ഷപ്പെടുകയും ചെയ്യാം, അതേ സമയത്ത് ഇത് തുറന്നു കഴിയുമ്പോൾ എലിയെ പിടിച്ചു വിഴുങ്ങുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐഡിയ ആ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഇത് കഥയായിട്ട് പറഞ്ഞിട്ട് ഇവരെ മനസ്സിലാക്കിയത് അറിയാം. ദേവന്മാര് ഭഗവാൻ മനസ്സിലാക്കുകയാണ് ഇതുമാതിരി അന്നും ഇതുമാതിരി താൽക്കാലിക ഉടമ്പടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം പാമ്പ് ഉപയോഗിച്ച മാതിരി നമുക്ക് ഇപ്പൊ തൽക്കാലം ഒരു ഉടമ്പടി ഉണ്ടാക്കാം. പക്ഷെ ഇത് കഴിയാൻ പോകുമ്പോൾ അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ
ഭീകരങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അസുരന്മാരെ ഒരു കാരണവശാലും പ്രകോപിതരാക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ പാമ്പ് പറഞ്ഞതും അതുപോലെ തന്നെ നീ രക്ഷപ്പെടാൻ മാർഗം നീ കാരണം പാമ്പിന് അങ്ങനെ ഒരു മാള ഉണ്ടാക്കാനോ വലിയൊരു സുഷിരം ഉണ്ടാക്കാനോ ഉള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് എലിയെ അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് രക്ഷപ്പെടാം, എലിയെയും കഴിക്കാം എന്നുള്ളത് ഇതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അസുരന്മാരെ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടർ തന്നെ ദേവന്മാർ മാത്രം വിചാരിച്ചാൽ ഇവിടെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനൊക്കെ ശക്തി വേണമെങ്കിൽ ഈ അസുരന്മാരോട് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അസുരന്മാരെയും ദേവന്മാരെയും ചേർത്തുകൊണ്ടൊരു സന്ധി അവിടെ ഭഗവാൻ ഉണ്ടാക്കുന്നു. അതനുസരിച്ചിട്ട് അവരെ അടുത്ത പ്രോഗ്രാമിലേക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. സന്ധി പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകും. അപ്പൊ അതിന് ദേവേന്ദ്രന്റെ നേതൃത്വത്തില് ബലി മഹാരാജുമായിട്ട് പോയി ചർച്ച ചെയ്യുന്നു. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടരുമായിട്ട് അവര് ചർച്ച തുടങ്ങി. തുടങ്ങിയ ചർച്ചയിൽ അവർ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നു. അപ്പൊ ആ കൂട്ടത്തിലാണ് ഇന്നമാതിരി ചെയ്യണം. അതായത് മന്ദരപർവ്വതത്തിനെ കടക്കോലായിട്ടും വാസുകിയെ ഇതേമാതിരി പിടിച്ച് കറക്കുന്നതിനുള്ളതായിട്ടും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ നേതൃത്വത്തിൽ അസുരന്മാരും ദേവന്മാരും ഒക്കെ കൂടെ കൂടി ഭഗവാന്റെ നേതൃത്വത്തില് ഇതായിട്ട് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തെ എടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കുറെ സമയം എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷെ വരുന്ന സമയത്ത് വളരെ പ്രയാസമുള്ള ഒരു മന്ദരപർവ്വതം എന്ന് പറയുന്നത് പൊക്കിയെടുത്ത് വരുന്നുണ്ട്. ഈ അജിതൻ എന്ന് പറയുന്ന ദേവമായിരുന്നു അന്നത്തെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ. അത് വിഷ്ണു ഭഗവാനായിട്ട് വ്യത്യാസം ഒന്നും തന്നെയില്ല. അവർ രണ്ടും ഒരേ ഇതാണ്. ആ ഭാവത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്, അതായത് അജിതൻ. അപ്പൊ എടുത്തോണ്ട് വരുന്ന സമയത്ത് കുറെ ദൂരം നടന്നപ്പോൾ ഇവർക്കെല്ലാം വളരെ ക്ഷീണങ്ങളുണ്ടായി. വളരെ ആളുകൾ മരിക്കുന്നുണ്ട്. മന്ദരപർവ്വതം കൊണ്ടുവരുന്ന വഴി അപ്പൊ ഇവരെല്ലാം കൂടെ ക്ഷീണിച്ചു. അസുരന്മാരും ദേവന്മാരും ഉണ്ടായിട്ട് പോലും അത് ശരിക്കും എടുത്തുകൊണ്ട് വരാൻ സാധിക്കാതെ അവര് ക്ഷീണിച്ച് നിലത്തിടിക്കുന്ന ഒരു പ്രാവശ്യം. എന്നിട്ട് അവരെ കുറെ പേര് മരിക്കുന്ന, കുറെ പേര് ക്ഷീണിച്ച് വശായി എടുക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്ന ഭഗവാൻ ഉടനെ തന്നെ ഗരുഡന്റെ മകളിൽ കയറി അവിടെ എത്തുന്നു. ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കണം, അതുപോലെ തന്നെ ഭഗവത് ഭക്തരെ സഹായിക്കുക എന്നുള്ളത് ഭഗവാന്റെ ചുമതലയാണ്. നമ്മളതിനെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അവിടെങ്ങും എത്താറില്ല. പക്ഷെ ഭഗവാൻ ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ അടുത്ത് ഉടനെ തന്നെ എത്തി. അവിടെ ഉണ്ടായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മളൊക്കെ മനസ്സിലാക്കുമോ? ഇവിടെ നമ്മൾ പല നേതൃത്വത്തിൽ, അതായത് ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവര് താഴ്ന്ന പദവിയിൽ ഇരിക്കുന്നവരെ യാതൊരു വിധത്തിലുള്ള അവരുടെ ശ്രദ്ധ നോക്കാറില്ല, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാറില്ല. അപ്പൊ അത് നമ്മുടെ ഭഗവാനാണെങ്കിൽ അങ്ങനല്ല. അദ്ദേഹത്തിന്റെ ദാസന്മാരായ മറ്റുള്ളവരെ എല്ലാം, ഈവൻ അസുരന്മാരായാലും ശരി ദേവന്മാരായാലും ശരി, അവരെ സഹായിക്കുക എന്നുള്ളത് ഭഗവാന്റെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭഗവത് സേവ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏതവസരത്തിലാണ് നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാനിന്റെ സഹായം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഭഗവത് സേവനം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഈ മന്ദരപർവ്വതം താഴെ വയ്ക്കുന്നു. സഹായിക്കാൻ വരുന്ന വരുത്തിയില്ലാതെ അവര് എന്ത് പെട്ടിട്ടും അവിടുന്ന് ഇളകുന്നില്ല. അപ്പൊ ഉടനെ തന്നെ ഭഗവാൻ ഗരുഡന്റെ മുഖത്തിൽ കയറി അവിടെ എത്തുന്നു. ഭഗവാൻ ഉടനെ തന്നെ ഒരു കൈ കൊണ്ട് ആ മന്ദരപർവ്വതം എടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട്, അപ്പൊ നോക്കണം ഭഗവാനും ഗരുഡനും എത്രമാത്രം ശ്രേഷ്ഠരാണെന്നും എത്രമാത്രം ബലശാലികളാണെന്നും അവരൊക്കെ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടെന്നും ഇതെല്ലാം ആരാലും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപരിമിതമായ ശക്തിയും ബലവും എല്ലാം ഉള്ള ഒരു ഭഗവാൻ ഉടനെ തന്നെ ഇവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കി ആ മന്ദരപർവ്വതത്തെ ഒരു കൈ കൊണ്ടാണ് ഉയർത്തി എന്ന് പറയുന്നത്. ഒരു കൈ കൊണ്ട് ഉയർത്തി ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട് നമ്മുടെ കടയേണ്ട സ്ഥലത്ത് കൊണ്ടുവരുന്നു. ഈ സമുദ്രം കടയേണ്ട സ്ഥലത്ത് എത്തി. പിന്നെ ഭഗവാൻ അവിടെ ഈ മന്ദരപർവ്വതം ആ കടയേണ്ട സ്ഥലത്ത് സ്ഥാപിക്കുന്നു.
അപ്പോഴത്തേക്ക് പിന്നെ ഈ ദേവന്മാരും അസുരന്മാരും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നു. ഇത് വാസുകി വരുന്നു. അപ്പൊ അതിന് വാസുകിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ വാസുകി അവിടെ ഉള്ള കാരണത്താൽ ഭഗവാൻ ഗരുഡനെ ഉടൻ തന്നെ പറഞ്ഞു വിടുന്നു അവിടുന്ന്. കാരണം വാസുകിക്ക് ശല്യമുണ്ടാകും ഈ ഗരുഡനോടുണ്ടെങ്കിൽ. കാരണം ഇവര് തമ്മിലും ശത്രുതയാണ്. അവരുടെ രണ്ട് ചേട്ടത്തി അനിയത്തി മക്കളുടെ മക്കളെ അമ്മമാരുടെ മക്കളാണെങ്കിലും ശരി, അവർ തമ്മിൽ എന്നും ശത്രുതയാണ്. അപ്പൊ ആ ശത്രുത ഈ വാസുകിയുടെ മേൽ പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉടൻ തന്നെ ഗരുഡനെ അവിടുന്ന് ഗരുഡന്റെ സുഖസ്ഥിതിയിലേക്ക് തിരിച്ചു വിടുന്നു. അപ്പൊ എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് മന്ത്രപർവ്വതത്തിനെ വാസുകിയെ കെട്ടി പതുക്കെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ മന്ത്രപർവ്വതം താഴോട്ട് താണുകൊണ്ടേ ഇരിക്കുക. അത് അസുരന്മാരും ദേവന്മാരും ഒക്കെ കൂടെ പരിശ്രമിച്ചിട്ട് പോലും അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇത്രയും ഭീമാകാരമായ ആ പർവ്വതം ഈ സമുദ്രത്തിൽ താണു പോയിക്കൊണ്ടേയിരിക്കുന്നു. ശരി, അപ്പൊ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഇവരെ രക്ഷിക്കാനുള്ളതാണല്ലോ ഭഗവാന്റെ ചുമതല. കാര്യം നടക്കുകയും വേണം. അപ്പൊ അതിനുടൻ തന്നെ അദ്ദേഹം ഇങ്ങനെ ഇത്രയും വിസ്തൃതനായ ഒരു ആമ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഭഗവാൻ ഉടനെ തന്നെ ഈ ആമയായി തീരുകയും ഈ സമുദ്രത്തിൽ കടന്നിട്ട് ഈ മന്ദരപർവ്വതത്തിന്റെ അടിയിൽ ചെന്നിട്ട് ആ മന്ദരപർവ്വതം പൊക്കി ഉയർത്തി നിർത്തുന്നു. അങ്ങനെ കടക്കോലിന്റെ കീലാധാരിയായി അത് താങ്ങി അവിടെ നിർത്തുന്നു. അപ്പൊ താഴോട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ആമയായിട്ട് അവതരിച്ചിട്ട് കടക്കോലായ മന്ദരപർവ്വതത്തിനെ അദ്ദേഹത്തിന്റെ മുതുകിൽ താങ്ങി നിർത്തി. അപ്പൊ അതിന് ആധാരകീലമാകുന്നു. ആധാരകീലമായിട്ട് ഭഗവാൻ അവിടെ പണി ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ മുതുകിൽ നിർത്തിയിട്ട് മന്ദരപർവ്വതത്തെ മറ്റുള്ളവർ തടയുന്നു. ആ വാസുകിയെ വള്ളിയായിട്ട് കെട്ടി കയറായിട്ട് കെട്ടി രണ്ടു തലയ്ക്കും പിടിച്ചിട്ട് അവർ കടയുന്നു. ഭഗവാൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വിശ്രമിക്കുന്നു. ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പം ഈ മന്ദരപർവ്വതം കടഞ്ഞിട്ട് കിട്ടിയ, അല്ലെങ്കിൽ ആ സമുദ്രം കടഞ്ഞിട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്ക് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. അവിടെ ഭഗവാന്റെ താങ്ങാൽ മന്ദരപർവ്വതം നിൽക്കുന്നു. അസുരന്മാരും ദേവന്മാരും ഇതിങ്ങനെ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ കറക്കാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ ഈ ശ്ലോകത്തില് കേശവദത്ത കുർമ്മശരീര ജയ ജഗദീശ ഹരേ, അങ്ങനെ ആ ശ്ലോകം അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ടു തരത്തിലുള്ള മനുഷ്യരെയാണ് കാണുന്നത്. രണ്ടു തരത്തിലുള്ള ആത്മാക്കൾ, ദേവന്മാരും അസുരന്മാരും. രണ്ടു കൂട്ടർക്കും പരമമായ ശക്തിയുള്ളവരല്ല. അവരൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ശക്തികൾ ഒരു പരിമിതമായ ശക്തിയാണുള്ളത്. വിഘ്നങ്ങൾ ഉണ്ടായാൽ ഭഗവാന്റെ, അതായത് അസുരന്മാർ, അത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് വിഘ്നങ്ങൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് അവർ കഴിയുന്നു. അതേസമയത്ത് അസുരന്മാർ അത് യാദൃച്ഛിക സംഭവം ആണ്, അല്ലാതെ മറ്റേ ഭഗവാന്റെ ശക്തി കൊണ്ടൊന്നുമല്ല എന്നുള്ള വിചാരത്തിൽ അവർ കഴിയുന്നു. അപ്പൊ അവരിങ്ങനെ രണ്ടു കൂട്ടർക്കും വിഘ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഭക്തന്മാർ വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു. അസുരന്മാരായിട്ടുള്ളവര് അങ്ങനെ ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നില്ല. ഇത് കാലത്തിന്റെ ദോഷമോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹപ്പിഴ എന്നൊക്കെ പറഞ്ഞവർ മാറി നിൽക്കുന്നു. അപ്പൊ ഇതാണ് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഭൂമിയിൽ എന്ന് മുതൽ ഭൂമി ഉണ്ടായോ അല്ലെങ്കിൽ നമ്മുടെ ജരാചരങ്ങൾ ഉണ്ടായോ അന്ന് വരെ രണ്ട് ഭാവങ്ങളുണ്ട്, അസുരഭാവവും ദേവന്മാരുടെ ഭാവവും. അപ്പൊ അസുരഭാവം മാറ്റി വെച്ചിട്ട് ദേവന്മാരായ ഭാവത്തിലേക്ക് നമ്മളൊക്കെ ഉയരണം എന്നാൽ തന്നെയാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദേവഭാവത്തിൽ, ദൈവീക ഭാവത്തിൽ നമ്മളുണ്ടെങ്കിൽ ഭഗവാൻ ഏതവസരത്തിൽ നമ്മളെ സഹായിക്കും. ആസുരീയ ഭാവത്തിലാണെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യേകത ഒന്നുമില്ല എങ്കിലും ഈ കൂടുതൽ സ്നേഹം, അതായത് കൂടുതൽ പരിചരണം നമ്മുടെ ഭക്തരോടായിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യവും. ഭക്തിയിൽ കൂടെ നമ്മൾ ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ പലവിധ
ഭക്തി പുരോഗമിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രഭുജി പറഞ്ഞ മാതിരി ഹരേ കൃഷ്ണനാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇടവിടാതെ ജപിക്കുക. ഇങ്ങനെയുള്ള കഥകളൊക്കെ പഠിക്കുക. ആ കഥകളിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഭഗവാന്റെ ലീലകളെ പറ്റി മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാന്റെ ലീലകൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ഭഗവാനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. അങ്ങനെ 24 മണിക്കൂറും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, എന്നാൽ എല്ലാ പ്രവൃത്തിയും ഭഗവാനോട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഏതവസരത്തിൽ നമുക്ക് എല്ലാ സഹായവും ലഭിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോലോകത്തിൽ എത്തുന്നതിനെക്കാട്ടിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ വ്യക്തിഗത സേവനം ഏതവസരത്തും ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. അതിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഹരേ കൃഷ്ണ മഹാമന്ത്രം മുടക്കമില്ലാതെ ജപിക്കുക. നമ്മുടെ ഭക്തിമാർഗം ഉയർത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ. കൂടാതെ പ്രഭുപാദരുടെ ബുക്കുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് ചെയ്യണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. ഇത്രയൊക്കെയുള്ള ഈ ശ്ലോകത്തിൽ നമുക്കിപ്പോൾ ഇന്ന് വിവരിക്കാം. അങ്ങനെ അവര് കടയുകയും അതിൽ നിന്നും ഉണ്ടായ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത്രയൊക്കെയുള്ള പറയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ബ്രഹ്മാവിന്റെ ആ സ്ഥലം എന്ന് പറഞ്ഞത് സുമേരു പർവ്വതം എന്ന് പറഞ്ഞു. എന്തോ? ബ്രഹ്മാവ് വസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ സുമേരു പർവ്വതം എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. മേരുപർവ്വത ശിഖരം. ഹരേ കൃഷ്ണ. സുമേരു പർവ്വത സിംഹത്തിലാണ് ബ്രഹ്മാവിന്റെ വാസസ്ഥാനം. അതായത് നമ്മുടെ ക്ഷീരോദകശായി വിഷ്ണു വസിക്കുന്നതിന് അടുത്ത് തന്നെയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇതൊന്നും ഭൂലോകത്തിൽ നടക്കുന്നതല്ല. എല്ലാം 14 ലോകങ്ങളുള്ള ബ്രഹ്മലോകം മുതൽ താഴോട്ട് ഈ ഭാഗങ്ങൾ, ഇതൊക്കെ അചിന്ത്യമായ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ഭാഗവതത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സരളമായിട്ട് പ്രഭുപാദജി പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ ഡൗട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്? നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള പുസ്തകം ഭാഗവത വ്യാസമഹർഷി രചിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് ഏത് കാലത്തെന്നറിയാം. നമ്മുടെ പല യുഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇത് നടന്ന കാലവും ഇപ്പോഴുമായിട്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യമല്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അന്ന് രചിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് തോന്നുന്നത് എങ്ങനെ. പക്ഷെ ഒരു കാലത്ത് മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആയുസ്സുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ ആരെങ്കിലും മനസ്സിലാക്കും. ഇത് മനസ്സിൽ തോന്നാനുള്ള ഇതൊക്കെ നമ്മുടെ സത്പ്രവൃത്തി ഭഗവാനിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ കാര്യങ്ങളും വളരെ സരളമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഭഗവാന്റെ വിചാരം ഇല്ലെങ്കിൽ കണ്ടില്ല ഈ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഓരോ വർഗത്തിൽപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊള്ളുന്നു. ജ്യേഷ്ഠൻ അനിയനെ കൊള്ളുന്നു, അച്ഛൻ അമ്മയെ കൊള്ളുന്നു, മക്കൾ അച്ഛനെ കൊള്ളുന്നു, മക്കൾ മകനെ. ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആസുരിക ചിന്താഗതിയാണ് നമുക്ക് ഉള്ളത് കൂടുതലും. അപ്പൊ ആസുരിക ചിന്താഗതിയിൽ നിന്നും നമ്മൾ ആ ദൈവിക ചിന്താഗതിയിലോട്ട് മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സകല ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ, രാമായണമായാലും ശരി, അത് രാമായണം ത്രേതായുഗത്തിൽ നടന്ന രാമായണം, ഇത് ദ്വാപര യുഗത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി നമ്മുടെ ആ മനസ്സിലെ ദുഷ്ടതയൊക്കെ മാറ്റണം. അതിനു വേണ്ടിയിട്ട് ആണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഹരേ കൃഷ്ണ.
മനസ്സിന് മാറ്റണം. മനസ്സാണ് നമ്മുടെ എല്ലാം. ശത്രുവും മിത്രവും മനസ്സെന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ല. അതെ. അപ്പൊ അതുപോലെ മനസ്സിനെ എപ്പോഴും ശുദ്ധമാക്കി നിർത്തുക, നല്ല കാര്യത്തിന് മാത്രം ചിന്തിക്കുക, മറ്റു കാര്യങ്ങൾ ഈ ആശ്രിക ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മഹാമന്ത്രം തൊട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ, അതാണ് ഏറ്റവും പ്രധാനം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു, വളരെ സന്തോഷം, വളരെ നല്ല ക്ലാസ്, നന്നായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്താമല്ലോ. ശരി പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ.